ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ്. ഇന്ന് 10ാമത്തെ ദിവസമാണ്. അപ്പോൾ ഓൾറെഡി 9 ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 ദിവസം വീഡിയോസും 7ാമത്തെ ദിവസം സൺഡേ നമ്മൾ റിവിഷൻ ടെസ്റ്റുമാണ് നടത്തുന്നത്, റിവിഷൻ മോക്ക് ടെസ്റ്റുമാണ് നടത്തുന്നത്. അപ്പം നമ്മുടെ ടൈം ടേബിളൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അയിരുകളും ധാതുക്കളും ഹൈഡ്രജനും ഓക്സിജനും ആയിരുന്നു. അതിൽ അയിരുകളും ധാതുക്കളും ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓക്സിജൻ ഒരു വീഡിയോ ആയിട്ടും ഹൈഡ്രജൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. മാക്സിമം ഇന്ന് തന്നെ 2 വീഡിയോസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഞാൻ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ പോയിന്റ്സും പറയുന്നത്. പിന്നെ ടെക്സ്റ്റിൽ ഇല്ലാതെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്സിജനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്? ജീവവായു അല്ലെങ്കിൽ പ്രാണവായു എന്നറിയപ്പെടുന്ന വാതകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഓക്സിജന്റെ അളവ് എത്രയാണ്? PYQ ആണ് 21%. അപ്പൊ ജീവവായു അല്ലെങ്കിൽ പ്രാണവായു എന്നറിയപ്പെടുന്നത് ഏതാ? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളതുമായിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. ഇനി ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. 1774 SCERTയിലുള്ളതാണ്. ജോസഫ് പ്രീസ്ലി ആണ് 1774. എന്നാൽ അതിന് പേര് കൊടുത്തത് ആരാണ്? ലാവോസിയർ ആണ്. ഇത് കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. എന്നാൽ അതിന് പേര് കൊടുത്തത് ലാവോസിയർ ആണ്. ഹൈഡ്രജന് പേര് കൊടുത്തത് ആര് തന്നെയാണ്? ലാവോസിയർ ആണ്. അപ്പോൾ ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജനസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് എന്തുണ്ടായിട്ടുള്ളത്? ഓക്സിജൻ എന്ന വാക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ഓക്സിജനസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഓക്സിജൻ എന്ന വാക്ക് സ്വീകരിച്ചിട്ടുള്ളത്. ആസിഡ് ഉണ്ടാകുന്നത് എന്നാണ് അതിന് അർത്ഥം. അപ്പോൾ ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി ഓക്സിജന് നിറമോ മണമോ ഇല്ല. ഏതവസ്ഥയിൽ? വാതകാവസ്ഥയിൽ അതിന് നിറമോ മണമോ ഇല്ല. എന്നാൽ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അതിന് ഇളം നീല നിറമാണ് ഉള്ളത്. ദ്രാവകാവസ്ഥയിലും അതിന് ഇളം നീല നിറമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് PYQ ആണ്, പഠിച്ചിരിക്കുക. ഇനി ജ്വലനം, അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അതായത് ജ്വലന സഹായിയാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനം, ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം, അത്രയേ ഉള്ളൂ. ഒരു പദാർത്ഥം ഓക്സിജനുമായി കത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയാ? ജ്വലനം എന്ന് പറയാം. അത് 2 ടൈപ്പുള്ള ജ്വലനമുണ്ട്. പൂർണ്ണ ജ്വലനമുണ്ട്, ഭാഗിക ജ്വലനവുമുണ്ട്. അപ്പോൾ പൂർണ്ണ ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനായിട്ട് തീക്ഷ്ണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പൂർണ്ണ ജ്വലനം. അപ്പോൾ പൂർണ്ണ ജ്വലനം എന്ന് പറഞ്ഞാൽ അവിടെ മതിയായിട്ടുള്ള ഓക്സിജന്റെ അളവുണ്ട്. അപ്പോൾ വേണ്ടത്ര ഓക്സിജന്റെ അളവിൽ ഒരു പദാർത്ഥം കത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താ? പ്രവർത്തിച്ചിട്ട് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമാണ് അവിടെ ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന പ്രതിഭാസം. എന്നാൽ ആവശ്യമായ അളവിൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ജ്വലനത്തിന്റെ തോത് കുറയും. അല്ലെ? അപ്പോൾ വേണ്ടത്ര ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് പൂർണ്ണജ്വലനം നടക്കുക. ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ അവിടെ ജ്വലനത്തിന്റെ തോതും കുറവായിരിക്കും. അപ്പോൾ ജ്വലനത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം ഈ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിക്കും പകരമായിട്ട് കൂടുതൽ അളവിൽ എന്താ ഉണ്ടാവുക? കാർബൺ മോണോക്സൈഡും കരിയുമാണ് ഉണ്ടാവുന്നത്. കൂടുതൽ അളവിൽ കാർബൺ മോണോക്സൈഡും കരിയും, കുറഞ്ഞ അളവിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഭാഗിക ജ്വലനം എന്ന് പറയുക.
ഓക്കെ. അപ്പോൾ ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനം. അത് പൂർണ്ണജ്വലനമുണ്ട്, ഭാഗിക ജ്വലനമുണ്ട്. പൂർണ്ണജ്വലനം എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ സാന്നിധ്യത്തിൽ. ഇനി ഓക്സിജന്റെ അളവ് കുറയുമ്പോഴാണ് ഭാഗിക ജ്വലനം നടക്കുന്നത്. പൂർണ്ണജ്വലനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ ഭാഗിക ജ്വലനത്തിൽ കാർബൺ മോണോക്സൈഡും കരിയുമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇനി വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ് എന്തുണ്ടാക്കുന്നത്? വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അപ്പോൾ ഇതുപോലെ വ്യാവസായികമായിട്ട് ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ വ്യാവസായികമായി ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്താ വിളിക്കുക? അംശിക സ്വേദനം എന്നാണ് വിളിക്കുക. അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇനി പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയിട്ടാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ചൂടാക്കിയിട്ടാണ് പരീക്ഷണശാലയിൽ നമ്മൾ ഓക്സിജൻ നിർമ്മിക്കുന്നത്. അപ്പോൾ KMnO4 ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണ്? ഓക്സിജനാണ്. ഇനി ഓക്സിജൻ്റെ കുറച്ച് രാസപ്രവർത്തനങ്ങളാണ് പറയുന്നത്. ഓക്സിജൻ ലോഹവും അലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഓക്സൈഡുകളാണ്. ഓക്സിജൻ ലോഹവും അലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓക്സൈഡുകളാണ്. അതുകൊണ്ടാണ് ചില ലോഹങ്ങളൊക്കെ കാലക്രമേണ അവയുടെ തിളക്കമൊക്കെ നഷ്ടമാവുന്നത്. തിളക്കം നഷ്ടപ്പെടാൻ കാരണം ലോഹങ്ങൾക്ക് കാലം കഴിയും തോറും തിളക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് വായുവുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവയുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ ലോഹങ്ങളൊക്കെ വായുവുമായിട്ട് പ്രവർത്തിച്ച് ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്കറിയാം ഹൈഡ്രജനുമായിട്ട് ഓക്സിജൻ പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? വാട്ടറാണ് ഉണ്ടാകുന്നത്. കാർബണുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോഹവും അലോഹവുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകളും, ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് ജലവും, കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ഇനി നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താ? ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഓക്കെ, ദ്വയാറ്റോമിക തന്മാത്രയാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുക? ഈ ഒരു ഭാഗത്താണ്. അതായത് 16ാമത്തെ ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്, റൈറ്റ് സൈഡിലാണ്. അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അലോഹമാണ്. അലോഹം. ഈ ഭാഗത്തുള്ളവരൊക്കെ മെറ്റൽസാണ്, ഇവിടെയുള്ളവരാണ് നോൺ മെറ്റൽസ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് അലോഹമാണ്, ഒരു ദ്വയാറ്റോമിക തന്മാത്രയുമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാണപ്പെടാറുണ്ട് കേട്ടോ. ഓക്സിജൻ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടാം, സംയുക്താവസ്ഥയിലും കാണപ്പെടാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ ഇവിടെയാണ് എഴുതുക, 8ആണ്. മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16ആണ്. നമ്മൾ ഇവിടെയാണ് എഴുതുക. അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 8ആണ്. മാസ്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാ? 16ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ കാണിക്കുന്നത്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8ആണ്. അത് അറ്റോമിക് നമ്പർ. പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണല്ലോ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയാം. ഈ ന്യൂട്രലായിട്ടുള്ള ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും, 8 തന്നെ ആയിരിക്കും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്, അതാണ് 16. പ്രോട്ടോൺ 8 അറിയാം, ന്യൂട്രോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ന്യൂട്രോൺ എത്രയായിരിക്കും? 16 - 8, 8 തന്നെ. കണ്ടോ? അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയാണ്? 8 തന്നെയാണ് ഓക്സിജനിൽ. ഇനി അപ്പോൾ 8ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. 8ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? 2,6 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇനി സബ് ഷെല്ല് വെച്ചിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? 1s2. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. 1s2, 2s2, 2p4 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 1s2, 2s2, 2p4. അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ ഇതിൽ എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സംയോജകത എത്രയായിരിക്കും? സംയോജകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് സംയോജകത.
അതായത് 8 ഇലക്ട്രോൺ വരണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരണം. അപ്പോൾ ഇത് 8 ആവാൻ വേണ്ടിയിട്ട് ഇത് 2 ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക. 2 ഇലക്ട്രോണിനെ ഇത് വാങ്ങും. 2 ഇലക്ട്രോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺ ആയി? 8 എണ്ണം ആയി. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. സംയോജകത എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇത് ഏത് പീരീഡിലാണ് വരുന്നത്? ഓക്സിജൻ എന്ന് പറയുന്നത് 2ാമത്തെ പീരീഡിലും. ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് എന്ന് പറയുന്നത് 16ാമത്തെ ഗ്രൂപ്പാണ്. അതായത് ചാൽക്കോജൻ ഫാമിലിയാണിത്. അല്ലെങ്കിൽ ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻ ഫാമിലി എന്നൊക്കെ പറയുന്ന 16ാമത്തെ ഗ്രൂപ്പിലാണ് ഓക്സിജൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞു. അതുപോലെ പീരീഡും ഗ്രൂപ്പും ഇതൊക്കെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ പറഞ്ഞു. സംയോജകത 2 ആണ്. ഇനി ഒരു ചോദ്യമുണ്ട്, എന്താണ് സഹസംയോജകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോൺ ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവിനെ പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏതാണ്ട് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഇതാണ്. എസ്സിൽ 2 എണ്ണം, എസ്സിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ തന്നെ പിയിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. കണ്ടോ? അപ്പോൾ ഈ 2 ഇലക്ട്രോണും എന്തിനെ ഫോം ചെയ്യും? കോവാലന്റ് ബോണ്ടിനെ ഫോം ചെയ്യും. ഈ 2 ഇലക്ട്രോണുകൾ. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ഫ്രീ ആയി നിൽക്കുന്നവരാ. ആ ഫ്രീ ആയി നിൽക്കുന്നവർ കോവാലന്റ് ബോണ്ടിനെ ഉണ്ടാക്കും. കണ്ടോ? ഈ 2 ഇലക്ട്രോൺ ഫ്രീ ആയി നിൽക്കുന്നവർ എന്ത് ചെയ്യും? കോവാലന്റ് ബോണ്ടിനെ ഉണ്ടാക്കും. പക്ഷേ ഇവർ പെയർഡാണ്. പെയർഡ് ഇവിടെ എന്താ? ലോൺ പെയർ ആയിട്ട് കിടക്കും. പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇവിടെ ലോൺ പെയർ. ഇതിന് നമ്മൾ ലോൺ പെയർ എന്ന് പറയാം. ലോൺ പെയർ ഇവർ ഓൾറെഡി പെയറിങ് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ വേണമെങ്കിൽ ഇതിനും എന്തിൽ പങ്കെടുക്കാം? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാം. ഇതിനും വേണമെങ്കിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാം. അപ്പോൾ ഓൾറെഡി നോർമലി ഓക്സിജൻ ഉണ്ടാക്കുന്നത് 2 ബോണ്ടിനെയാണ്. ഓക്കെ, നോർമലി ഓക്സിജൻ ഫോം ചെയ്യുക 2 ബോണ്ട്സ് ആണെങ്കിലും അതിൻ്റെ സഹസംയോജകത അതായത് കോവാലൻസി എന്ന് പറയുന്നത് ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്യാം? ഇവിടെ ഉണ്ടാക്കാം, ഇവിടെ ഉണ്ടാക്കാം. അതായത് 4 എണ്ണം വരെ ആവാം. 2 ബോണ്ടാണ് ജനറലി ഉണ്ടാക്കുക. പക്ഷേ ഇത് വെച്ചിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കാം, ഇത് വെച്ചൊരു ബോണ്ട് ഉണ്ടാക്കാം. അതായത് കോവാലൻസി മാക്സിമം എന്ന് പറയുന്നത്, ഓക്സിജൻ്റെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ മാക്സിമം 4ൽ കൂടുതൽ അതിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4ൽ കൂടുതൽ ഇനി ഇല്ല ഇലക്ട്രോൺ. ആ 4ൽ കൂടുതൽ എന്തുകൊണ്ടാണ് അതിന് ചെയ്യാൻ പറ്റാത്തത്? ഇതിനാകെ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും മാത്രമേ ഉള്ളൂ. ഡി ഓർബിറ്റൽ ഇവിടെ ഇല്ല. കാരണം ഇത് 2ാമത്തെ ഷെല്ലാണ്. 2ാമത്തേൽ 2s 2pയും മാത്രമേ ഉള്ളൂ. 2d അവിടെ ഇല്ല. ഡിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് കുറച്ചും കൂടെ ബോണ്ടിനെ ഫോം ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റാണ്. കോവാലൻസി മാക്സിമം, ഓക്സിജൻ്റെ മാക്സിമം കോവാലൻസി 4ൽ കൂടാൻ പാടില്ല. കൂടുതലാക്കാൻ അതിന് പറ്റില്ല. 4ൽ ലിമിറ്റഡ് ആണ്. അതെന്തുകൊണ്ടാണ്? അത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ കൊണ്ടാണ്. അതിലെന്തില്ല? ഡി ഓർബിറ്റൽ ഇല്ല. അപ്പോൾ സംയോജകത എന്ന് പറഞ്ഞാൽ അതല്ല. സംയോജകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അത് എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കണം എന്നതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ 8 എണ്ണം ആവണം. 8 എണ്ണം ആവാൻ 2 എണ്ണത്തിനെ സ്വീകരിച്ചാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ സംയോജകത. ഇനി ഇതിനെ 8 ആക്കാനായിട്ട് 2 എണ്ണം സ്വീകരിക്കണം. അതാണ് സംയോജകത എന്ന് പറയുന്നത്. സഹസംയോജകത എന്ന് പറഞ്ഞാൽ അതിന് എത്ര ബോണ്ടുകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഈ 2 എണ്ണം ഷെയർ ചെയ്തത് കോവാലന്റ് ബോണ്ടിനെ ഉണ്ടാക്കും. പക്ഷെ വേണമെങ്കിൽ ഇതും കൂടെ ഷെയറിങ്ങിന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കോവാലൻസി 3, ഓക്സിജൻ കോവാലൻസി 3 കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ H3O+ ആണ്. കണ്ടോ? H3O+ൽ ഓക്സിജൻ്റെ കോവാലൻസി 3 ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. H3O+ൽ ഓക്സിജൻ്റെ കോവാലൻസി 3 ആണ്. അതിന് 4 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 4ൽ കൂടുതൽ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഡി ഓർബിറ്റൽ അവിടെ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഓക്സിജൻ്റെ ഉപയോഗങ്ങൾ. ഓക്സിജൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്താ? ദ്രാവക ഓക്സിജനാണ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദ്രാവക ഓക്സിജനാണ്. അപ്പോൾ ഓക്സികാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കൃത്രിമ ശ്വാസത്തിന് കൃത്രിമ ശ്വാസനം. അപ്പോൾ കൃത്രിമ ശ്വാസം നൽകാൻ. കൃത്രിമ ശ്വസനം എന്ന് പറയുമ്പോൾ നമ്മൾ ആശുപത്രികളിലൊക്കെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു മിശ്രിതമാണ്. ഓക്സിജൻ 95% ഉണ്ടായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് 5% ഉണ്ടായിരിക്കും. ഈ മിശ്രിതത്തിന് നമ്മൾ എന്താ പറയുക? കാർബോജൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്.
കാർബോജൻ എന്ന് പറഞ്ഞാൽ അതിൽ 95% മാത്രമേ ഓക്സിജൻ ഉള്ളൂ, 5% എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്നാൽ ഇനി മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്ന ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ. മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ നമ്മൾ എന്തിൻ്റെ സംയുക്ത യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ്റെയും അതുപോലെ തന്നെ ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലുള്ളത്. കൃത്രിമ ശ്വാസത്തിന് നമ്മൾ കൊടുക്കുന്ന ആശുപത്രികളിലൊക്കെ ഉള്ളത് കാർബോജൻ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കലർന്ന മിശ്രിതമാണ്. ഇനി അടുത്തതായിട്ട് ഈ വെൽഡിങ്ങിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഓക്സി അസറ്റിലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഓക്സി അസറ്റിലിൻ ടെക്സ്റ്റിലുള്ളതാണ്. ഓക്സി അസറ്റിലിൻ ജ്വാല നമ്മൾ എന്തിനു യൂസ് ചെയ്യാറുണ്ട്? വെൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്സി അസറ്റിലിൻ ജ്വാല വെൽഡിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? നൈട്രജനും ഓക്സിജനും ഒക്കെ തന്നിട്ടുണ്ട്. ഏതാ? ഓക്സിജനാണ്. ദ്രാവക ഓക്സിജനാണ് ഉപയോഗിക്കുക. കൃത്രിമ ശ്വാസത്തിലുള്ള കോമ്പൗണ്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. മുങ്ങൽ വിദഗ്ധർ ഉപയോഗിക്കുന്നത് ഓക്സിജനും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ്. വെൽഡിങ്ങിന് ഓക്സി അസറ്റിലിൻ ജ്വാല ഉപയോഗിക്കുന്നു. ഇനി പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് എന്താ? ഓക്സിജനാണ്. നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തുവിടും. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്താ? ഓക്സിജനാണ്. ഇനി അതേപോലെ തന്നെ ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം കേട്ടോ. ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഘനജലം, D2O എന്ന് പറയും. അപ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. അപ്പോൾ ഈ ഘനജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുള്ള ജലത്തിൻ്റെ 1/6000 ഭാഗം, പ്രകൃതിയിലുള്ള ടോട്ടൽ ജലത്തിൻ്റെ 6000 ഭാഗം, 1/6000 ഭാഗം എന്താ? ഘനജലമാണ്. ഈ ഘനജലം നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെയാണ് നമ്മൾ ഘനജലം യൂസ് ചെയ്യുക. ടോട്ടൽ പ്രകൃതിയിലുള്ള ജലത്തിൻ്റെ 6000 ഭാഗം എന്താണ്? ഘനജലമാണ്. അപ്പോൾ ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവാണ് 89%. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവാണ് 89% എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 താപനിലകൾ പഠിക്കാനുണ്ട്. എന്താണ്? ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില എന്ന് പറയുന്നത് എത്രയാണ്? ദ്രാവകമായി മാറുന്നതാണ് -183 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ -297 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയും. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -183, ഫാരൻഹീറ്റ് ആണെങ്കിൽ -297. ഇനി ഓക്സിജൻ എന്തായി മാറാൻ? ഖരമായി മാറുന്ന താപനില. ഖരമായി മാറുന്നത് -219 ഡിഗ്രി സെൽഷ്യസ് അഥവാ -362 ഡിഗ്രി ഫാരൻഹീറ്റ്. -219 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ -362 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി ഓക്സിജന്റെ ഐസോട്ടോപ്പുകളെ നമുക്ക് പഠിക്കാം. ഓക്സിജന്റെ ഐസോട്ടോപ്പുകളാണ് ഓക്സിജൻ 16 ഉണ്ട്, ഓക്സിജൻ 17, ഓക്സിജൻ 18. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പിൽ വ്യത്യാസം, അറ്റോമിക് നമ്പർ സെയിമാണ്, 888, മാസ് നമ്പർ ആണ് വ്യത്യാസം, അതായത് ന്യൂട്രോണുകളുടെ എണ്ണമാണ് വ്യത്യാസം. അപ്പോൾ ഓക്സിജൻ 16, ഓക്സിജൻ 17, ഓക്സിജൻ 18 എന്നൊക്കെ പറയുന്നത് എന്താ? ഐസോടോപ്പുകളാണ്. ഇനി അതേപോലെ അല്ലോട്രോപ്പ് ഏതാണ്? ഓക്സിജന്റെ അല്ലോട്രോപ്പ് രൂപാന്തരത്വം എന്ന് പറയുന്നത് ഏതാ? ഓസോൺ ആണ്. O3 ഓസോൺ. അപ്പോൾ 3 ത്രയാറ്റോമിക തന്മാത്രയാണ് കേട്ടോ. ഇതിലെന്താണുള്ളത്? 3 ഓക്സിജനാണ്. അപ്പോൾ ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഓസോൺ ദിനം ആണ് സെപ്റ്റംബർ 16, ഓസോൺ ഡേ. അന്താരാഷ്ട്ര ഓസോൺ ദിനം, ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. ഇനി ഓസോൺ കാണപ്പെടുന്ന മണ്ഡലം, അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോണിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന വാതകമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിൻ്റെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ഓസോണിൻ്റെ നിറം ഇളം നീല നിറമാണ്. ഇനി ഓസോൺ പാളി കണ്ടുപിടിച്ചത്, ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചത് ഷോൺ ബേൺ ആണ്.
ഓക്കെ, ഷോൺ ബേൺ ആണ് ഓസോൺ എന്ന വാതകം കണ്ടുപിടിച്ചത്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസനുമാണ്. ഹെൻറി ബ്യൂയിസണുമാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. അപ്പോൾ ഓസോണിൻ്റെ നിറം ഇളനീല നിറമാണ്. വാതകം കണ്ടെത്തിയത് ഷോൺ ബേണും പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസനുമാണ്. ഇനി ഓസോൺ ദിനം നമ്മൾ പറഞ്ഞു. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന ആൾ ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ്. എവിടെയൊക്കെയാണ് കാണപ്പെടുക? എ സിയിലും ഫ്രിഡ്ജിലും ഒക്കെ കാണപ്പെടും. റെഫ്രിജറേറ്റർ, എ സിയിലൊക്കെ കാണപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ക്ലോറോ ഫ്ലൂറോ കാർബണിലുള്ള ഘടകമൂലകങ്ങൾ ആരൊക്കെയാണ്? ക്ലോറോ എന്ന് പറഞ്ഞാൽ ക്ലോറിനുണ്ട്, ഫ്ലൂറോ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനുണ്ട്, പിന്നെ ആരാണുള്ളത്? കാർബണാണുള്ളത്. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്ന് പറയുമ്പോൾ ഫ്ലൂറിനും ക്ലോറിനും കാർബണുമാണുള്ളത്. എ സി, റെഫ്രിജറേറ്ററിൽ എന്നിവയിലൊക്കെ കാണപ്പെടുന്നതാണ്. ഇത് എന്തുണ്ടാക്കും? ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കാനായിട്ട് കാരണമാണ്. ഇനി അതേപോലെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ പറ്റാത്ത ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിമിനറിക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത മൂലകമാണ് ഏത്? ഓക്സിജൻ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ മാക്സിമം പോയിന്റ്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഹൈഡ്രജൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്